UAE പോലുള്ളൊരു രാജ്യത്ത് ഒരു തൊഴിലാളിക്ക് കറക്റ്റ് സമയത്ത് സാലറി കൊടുത്തില്ലെങ്കിൽ ആ കമ്പനിയുടെ രജിസ്ട്രേഷൻ വരെ ക്യാൻസൽ ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നിങ്ങൾ വിശ്വസിച്ചേ മതിയാവും. കാരണം എന്ന് വെച്ചാൽ UAE പോലുള്ള രാജ്യങ്ങളിൽ എംപ്ലോയിക്കും പല രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നുണ്ട്. അവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വളരെയധികം UAE ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയിയെ പോലെ തന്നെ എംപ്ലോയർക്കും അവകാശമുണ്ട്. ഇന്ന് ഞാനത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുന്ന ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കപ്പെടാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുന്ന. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിനോ ടോക്കീസിൻ്റെ വീഡിയോ ആണ്. ഈ യൂട്യൂബ് ചാനൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ബട്ടൺ ലഭിക്കുക. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതായത് ഒരു എംപ്ലോയിയുടെ അവകാശമാണ് അവന് കൃത്യസമയത്ത് സാലറി ലഭിക്കുക എന്നുള്ളത്. ആ കൃത്യമായ സമയത്ത് സാലറി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് അത് ലേബറിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയും അതുമൂലം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് അത് ഫ്രീ ആയിട്ട് തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. മൊഹറത്തിൻ്റെ ആപ്പ് വഴിയൊക്കെ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ വഴിയൊക്കെ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് 40 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായ സാലറി മേടിച്ച് തരും. പിന്നെ മെയിനായിട്ട് 5 കാരണങ്ങൾ കൊണ്ടാണ് ഒരു കമ്പനി UAEയിലെ ലൈസൻസ് റദ്ദാക്കപ്പെടുന്നത്. അതിന് ഏതൊക്കെ കാരണം? പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി അല്ലാതെ സാലറി കൊടുക്കുന്ന കമ്പനികളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ കമ്പനി ഒരു വിസ ഇഷ്യൂ ചെയ്യുന്ന ഒരു സ്പോൺസറുടെ കീഴിലാണ്. ആ സ്പോൺസറുടെ കീഴിൽ ഇഷ്യൂ ചെയ്ത വിസ വെച്ച് മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നത്, അതായത് NOC കൊടുക്കാതെ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതായിട്ട് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. മന്ത്രാലയത്തെ അറിയിക്കാതെ, ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിക്കാതെ കമ്പനി വിൽക്കുകയോ അതിൻ്റെ നടത്തിപ്പവകാശം മറ്റുള്ള ഒരാളുകളിലേക്ക് കൈമാറുകയോ ചെയ്ത് കഴിഞ്ഞതായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കമ്പനിയുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ 50-ൽ കൂടുതൽ എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയിലെ മാനേജർ സജ്ജീകരിക്കുന്നത് സ്വദേശി അല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാലും കമ്പനിയുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് കമ്പനിയുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.